നമസ്കാരം. ഇന്ന് ഇതുവരെ ആരംഭിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. എന്നോടൊപ്പം കേൾവി പരിമിതരെ സഹായിക്കാൻ സോന ജെറിയും ചേരുകയാണ്. ഇന്ന് ക്രിസ്മസ് ദിനത്തിൽ വിഷമകരമായ ഒരു വാർത്ത വയനാട്ടിൽ നിന്ന് വരുന്നു. ആ വാർത്തയിലേക്കാണ് ആദ്യം. വയനാട്ടിലെ കോൺഗ്രസ് നേതാവിനെയും മകനെയും വിഷം അകത്തു ചെന്ന നിലയിൽ കണ്ടെത്തി. DCC ട്രഷറർ NM വിജയനെയും ഇളയ മകനെയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇരുവരുടെയും ആരോഗ്യനില അതീവ ഗുരുതരമാണെന്നാണ് വിവരം. മിഥില ബാലൻ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി. മിഥില, കോൺഗ്രസ് നേതാവിനെയും മകനെയുമാണ് വിഷം അകത്തു ചെന്ന നിലയിൽ കണ്ടെത്തിയത്. എപ്പോഴായിരുന്നു സംഭവം? ഇവരുടെ ആരോഗ്യനിലയിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റമുള്ളതായി ആശുപത്രിയിൽ നിന്ന് വിവരം ലഭിക്കുന്നുണ്ടോ? മറ്റു വിവരങ്ങൾ എങ്ങനെയാണ്? ഋത, ഞാനുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണുള്ളത്. ഇവിടെയാണ് ആ രണ്ടുപേരും ഉള്ളത്. ഇന്നലെ രാത്രി 9 മണിക്കാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. വിഷം ഉള്ളിൽ ചെന്ന നിലയിൽ കണ്ടെത്തുകയായിരുന്നു. രണ്ടുപേരുടെയും നില അതീവ ഗുരുതരമായി തന്നെ തുടരുന്നു. എനിക്കൊപ്പം വയനാട് ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളുണ്ട്. എന്താണ് സംഭവിച്ചത് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇന്നലെ വൈകിട്ട് രാത്രി ഒരു 9 മണിയാകുമ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ അസംഷൻ ഹോസ്പിറ്റലായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രാഥമിക ശുശ്രൂഷ നൽകിക്കൊണ്ട് പെട്ടെന്ന് കോഴിക്കോടിലേക്ക് എത്തി. അദ്ദേഹം അങ്ങനെ ചെയ്യാനുള്ളൊരു കാരണം നമ്മളെ അറിവിൽ ഒന്നും ഉള്ളതായിട്ട് ഇതുവരെ നമ്മൾ അറിയപ്പെട്ടിട്ടില്ല. എന്താണെന്നുള്ളത് അറിയില്ല. അദ്ദേഹത്തിൻ്റെ മകന് 27 വയസ്സുള്ള ജജീഷ് കുറച്ച് മാനസിക എന്താ പറയുക ഒരു വൈകല്യമുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ രണ്ടുപേരുമാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ കൃത്യമായിട്ടുള്ള ഇത് കാര്യം നമുക്ക് അറിയാം. നിങ്ങളിപ്പോൾ കയറി കണ്ടായിരുന്നോ? ഞങ്ങൾ ഇന്നലെ രാത്രി മുതലേ കണ്ടിരുന്നു. ഡോക്ടറെ കണ്ടിട്ടില്ല, കാണാൻ സാധിച്ചിട്ടില്ല. വന്നു കഴിഞ്ഞപ്പോൾ വിജയേട്ടൻ എന്ന് പറയുന്നത് നമ്മുടെ DCC ട്രഷറും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ നില കുറച്ചൊരു ബുദ്ധിമുട്ടാണ് പറയുന്നത്. മോൻ്റെ കാര്യത്തിൽ ചെറിയൊരു വ്യത്യാസം കാണിക്കുന്നുണ്ട്. ഇതാണ് നമുക്ക് പറയാനുള്ളത്. എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതായിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ ഉള്ളതായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മോട് ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയനാട്ടിലെ ഒരു സീനിയർ നേതാവാണ്. അതാണ് നമുക്ക് ഇതുവരെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു ഇതായിട്ട് നമുക്ക് കണ്ടിട്ടില്ല, കാണാൻ സാധിച്ചിട്ടില്ല. പ്രവിത, ഇതാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. കാരണം എന്താണ് എന്നതും ഇതുവരെയും വ്യക്തമല്ല. എന്നിരുന്നാലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് രണ്ടുപേരും ഇപ്പോൾ ഉള്ളത്. ഈ DCC ട്രഷറുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. വെന്റിലേറ്ററിലാണുള്ളത്. അതേസമയം തന്നെ മകൻ്റെ കാര്യത്തിൽ അല്പം പ്രതീക്ഷ നൽകുന്നുണ്ട്. പ്രവിത, എന്താണ് ഇത്തരത്തിൽ ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചതിനുള്ള കാരണമെന്ന് ആർക്കെങ്കിലും അറിയുന്നുണ്ടോ? ഈ കാര്യങ്ങൾ എന്താണ് നേതാക്കൾ പങ്കുവെക്കുന്നത്? മറ്റു കുടുംബാംഗങ്ങളുമായി സംസാരിക്കാൻ സാധിച്ചിരുന്നോ? പ്രവിത, അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ കുടുംബങ്ങളൊന്നും തന്നെ ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ട്രഷറുടെ വിജയൻ്റെ അവസ്ഥ കുറച്ച് അതീവ ഗുരുതരം തന്നെയാണ്. വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെയാണ് ഇപ്പോൾ ജീവൻ നിലനിർത്തുന്നത്. അതേസമയം മകൻ്റെ കാര്യത്തിൽ അല്പം പ്രതീക്ഷയുണ്ട്. മകൻ ICUവിലാണുള്ളത്. ഗുരുതരാവസ്ഥയിൽ തന്നെയാണ്. എന്നിരുന്നാൽ പോലും അതീവ ഗുരുതരാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. കോൺഗ്രസ് നേതാക്കളുടെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത്. കാരണം എന്തെന്നറിയില്ല. ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവ് കൂടിയാണ്. എന്തിന് അദ്ദേഹം ഇങ്ങനെ ഇത് ചെയ്തു എന്നതുമായി ബന്ധപ്പെട്ട് ഇവർക്കൊന്നും തന്നെ കാര്യമായ വ്യക്തത ഇല്ല എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. വരും മണിക്കൂറുകളിൽ ഒരുപക്ഷെ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളെല്ലാം അറിയാൻ കഴിഞ്ഞേക്കും. എന്നാൽ നിലവിലെന്തായാലും കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാക്കളെല്ലാം തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുണ്ട്. അല്പസമയം മുമ്പ് IC ബാലകൃഷ്ണൻ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഇവരെ രണ്ടുപേരെയും കണ്ടിട്ടാണ് പോയത്. പ്രവിത, ശരി. വയനാട്ടിലെ കോൺഗ്രസ് നേതാവിനെയും മകനെയും വിഷം അകത്തു ചെന്ന നിലയിൽ കണ്ടെത്തി. DCC ട്രഷറർ NM വിജയനെയും ഇളയ മകനെയുമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇരുവരുടെയും ആരോഗ്യനില അതീവ ഗുരുതരമാണെന്നാണ് മിഥില ബാലൻ നൽകുന്ന വിവരം. ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ MS സൊല്യൂഷൻ CEO ഷുഹൈബിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുടെ വിശദാംശങ്ങൾ തേടി ക്രൈംബ്രാഞ്ച്. വാട്സ്ആപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളുടെ വിവരങ്ങൾ തേടി മാതൃകമ്പനിയായ മെറ്റയെ അന്വേഷണ സംഘം സമീപിച്ചു. അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. അഭിജിത്ത്, ഷുഹൈബ് ഏറെ നാളായി ഒളിവിലാണ്. ഇയാൾക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാൻ പോലീസ് തയ്യാറെടുക്കുന്നതിനിടയിലാണല്ലോ ഇപ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ തേടി സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുടെ വിശദാംശങ്ങൾ തേടി മെറ്റയെ സമീപിച്ചിരിക്കുന്നത്. എന്തൊക്കെ വിവരങ്ങളാണ് അന്വേഷണ സംഘം തേടുന്നത്? മറ്റു വിശദാംശങ്ങൾ. പ്രവിത, ചോർന്ന ചോദ്യപേപ്പറുകൾ വാട്സപ്പ് വഴി ഷുഹൈബിലേക്ക് എത്തി എന്നൊരു സംശയം ആദ്യം തന്നെ ക്രൈംബ്രാഞ്ച് സംഘത്തിനുണ്ടായിരുന്നു. അത് കേന്ദ്രീകരിച്ച് ചില അന്വേഷണങ്ങളും ക്രൈംബ്രാഞ്ച് തുടരുന്നുണ്ട്. ഒപ്പം ഇതിലൊക്കെ പുറകിൽ ചില അധ്യാപകരാണ് എന്നുള്ളൊരു സംശയം കൂടി നിലനിൽക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായതിനെ തുടർന്ന് തൻ്റെ വാട്സപ്പ് അക്കൗണ്ട് ഈ ഷുഹൈബ് ഡിലീറ്റ് ചെയ്തിരുന്നു.
ഇതിനൊക്കെ പിന്നാലെയാണ് നിലവിലിപ്പോൾ ഈ സമൂഹമാധ്യമ അക്കൗണ്ടുകളുടെ മാതൃകമ്പനിയായ മെറ്റയിലേക്ക് ഒരു മെയിൽ ക്രൈംബ്രാഞ്ച് സംഘം അയച്ചിട്ടുള്ളത്. അതിൽ പറയുന്നത് വാട്സപ്പ്, FB, ഇൻസ്റ്റ അക്കൗണ്ടുകളുടെ വിവരങ്ങൾ ലഭ്യമാക്കണമെന്നുള്ള കാര്യമാണ്. അതിൽ ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ടിനായി ഉപയോഗിച്ച ഫോണുകളുടെ IP അഡ്രസ്സ് അത് ലഭ്യമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളും നിലവിൽ ക്രൈംബ്രാഞ്ച് സംഘം തുടങ്ങിയിട്ടുണ്ട്. ഇതിലെടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം ഞാൻ ആദ്യം സൂചിപ്പിച്ചത് തന്നെയാണ്. ഈ ചോർന്ന ചോദ്യപേപ്പറുകൾ വാട്സപ്പ് വഴി ഷുഹൈബിലേക്ക് എത്തിയോ? അതാണ് നിലവിൽ ക്രൈംബ്രാഞ്ച് സംഘം അന്വേഷിക്കുന്നത്, അതാണ് പരിശോധിക്കുന്നത്. ഈ വിവരങ്ങൾ മെറ്റയിൽ നിന്ന് ലഭിക്കുന്ന മുറയിൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വ്യക്തതയിലേക്ക് അന്വേഷണ സംഘത്തിന് എത്താനായും സാധിക്കും. മറ്റൊന്ന്, ഈ ലുക്കൌട്ട് സർക്കുലറുമായി ബന്ധപ്പെട്ടാണ്. ഷുഹൈബിനോട് ഇന്നലെയാണ് ഹാജരാകാൻ വേണ്ടി അന്വേഷണ സംഘം ആവശ്യപ്പെട്ടത്. പക്ഷേ അയാൾ ഹാജരായിരുന്നില്ല. ഇതിനെ തുടർന്ന് ഇന്നിപ്പോൾ ഇയാൾക്കെതിരെ ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കിയിട്ടുണ്ട്. വിദേശത്തേക്ക് കടക്കുന്നത്, ഷുഹൈബ് വിദേശത്തേക്ക് കടക്കാനുള്ള ഒരു സാധ്യത അന്വേഷണ സംഘം തള്ളിക്കളയുന്നില്ല. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കിയിട്ടുള്ളത്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം ഊർജിതമാക്കുകയാണ് ക്രൈംബ്രാഞ്ച്. ഈ MS സൊല്യൂഷൻ CEO ആയ ഷുഹൈബിലേക്ക് എത്താനുള്ള, എങ്ങനെയാണ് ഈ ചോദ്യപേപ്പർ ചോർച്ച നടന്നത് എന്നതിലൊരു വ്യക്തത വരുത്താനാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘം ശ്രമിക്കുന്നത്. നാളെ ഈ MS സൊല്യൂഷൻസിലെ 3 അധ്യാപകർ കൂടി ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ഹാജരാകും. അവരുടെ മൊഴി കൂടി രേഖപ്പെടുത്തുന്നതോടെ ഇതിലൊരു വ്യക്തത വരും. ഒപ്പം ഈ ഷുഹൈബിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണെങ്കിൽ ഇക്കാര്യത്തിൽ ഒരു പൂർണ്ണമായ വ്യക്തതയിലേക്ക് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്ക് എത്താനും കഴിയും. പ്രവിധ, വാട്സാപ്പ് വഴിയോ മറ്റ് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴിയോ ഷുഹൈബിന് ചോദ്യപേപ്പർ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് സ്ഥിരീകരിക്കാനാണ് ഇപ്പോൾ മെറ്റയോട് കൂടുതൽ വിശദാംശങ്ങൾ തേടിയിരിക്കുന്നതെന്നാണ് അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട് നിന്ന് നൽകുന്ന വിവരം. തങ്കിയങ്കി ഘോഷയാത്ര അല്പസമയത്തിനകം ശരംകുത്തിയിൽ എത്തിച്ചേരും. ശരംകുത്തിയിൽ ദേവസ്വം പ്രതിനിധികൾ സ്വീകരണം നൽകും. 6:30യോടെയാണ് ശബരിമലയിൽ തങ്കിയങ്കി ചാർത്തി ദീപാരാധന. അശ്വിൻ പാലാഴി സന്നിധാനത്ത് നിന്ന് ചേരുകയാണ്. അശ്വിൻ, ഈ സീസണിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്നാണ് തങ്കിയങ്കി ചാർത്തിക്കൊണ്ടുള്ള ദീപാരാധനാ ചടങ്ങ്. എത്രത്തോളം ഭക്തജന തിരക്കുണ്ട് അവിടെ? ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. പ്രവിധ, 41 ദിവസത്തെ വ്രതശുദ്ധിയുടെ നാളുകൾ നാളെ അവസാനിക്കുകയാണ്. ഒരു മണ്ഡലകാലത്തിന് കൂടി നാളെ സമാപനമാകും. അതിന് മുന്നോടിയായാണ് ഇന്ന് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന വൈകുന്നേരം 6:30-ക്ക് നടക്കുക. 1 മണിയോടുകൂടി പമ്പയിൽ എത്തിച്ചേർന്നതാണ് ഈ തങ്കയങ്കി. അവിടെ ദേവസ്വം മന്ത്രി VN വാസവൻ അതിന് സ്വീകരണം നൽകുകയും ചെയ്തതാണ്. പിന്നീട് ഏകദേശം 2:30യോടുകൂടി പമ്പയിൽ നിന്ന് കയറി തുടങ്ങി. ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ ശരംകുത്തിയിലെത്തും. അവിടെ നിന്ന് ഇത് സ്വീകരിക്കാനുള്ള, തങ്കയങ്കിയെ സ്വീകരിക്കാനുള്ള ദേവസ്വം പ്രതിനിധികൾ അല്പസമയം മുമ്പാണ് സന്നിധാനത്ത് നിന്ന് പുറപ്പെട്ടത്. അവർ പ്രത്യേക പൂജകളൊക്കെ നടത്തിയ മാലയും ഒക്കെ സ്വീകരിച്ച് ഇട്ടുകൊണ്ടാണ് ഇവിടെ നിന്ന് പോയിരിക്കുന്നത്. 18-ാം പടി കയറിയാണ് തങ്കയങ്കി വരുന്നത്. അല്പസമയം, ഏകദേശം ഒരു 6:15 സന്നിധാനത്തെത്തും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് ഈ തങ്കയങ്കി വരുന്നതിനോട് പ്രമാണിച്ച് രാവിലെ മുതൽ മാത്രമാണ് തീർത്ഥാടകരെ പ്രവേശിപ്പിച്ചിരുന്നത്. 1 മണിയോടുകൂടി പമ്പയിൽ നിന്ന് തീർത്ഥാടകരെ പ്രവേശിപ്പിച്ചിരുന്നില്ല. അത് ഇനിയിപ്പോൾ ഈ തങ്കയങ്കി എത്തിയ ശേഷം 5 മണിക്ക് മാത്രമാണ് പമ്പയിൽ നിന്ന് തീർത്ഥാടകർക്ക് സന്നിധാനത്തേക്ക് പ്രവേശനമുള്ളത്. അത് സുഗമമായി തന്നെ തങ്കയങ്കി ദീപാരാധന നടക്കാനുള്ള ക്രമീകരണങ്ങളുടെ ഭാഗമാണ്. സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ ADGP S. ശ്രീജിത്ത് നേരിട്ടെത്തി വിലയിരുത്തിയിരുന്നു. എന്തായാലും 6:15 സന്നിധാനത്തെത്തും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പ്രവിധ, അശ്വിൻ പാലാഴിയാണ് സന്നിധാനത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ട കോന്നി കൊന്നപ്പാറയിൽ വീട്ടിലെ വിറകുപുരയിൽ നിന്ന് രാജവെമ്പാലയെ പിടികൂടി. കോന്നി സ്വദേശി ശ്യാമുവലിന്റെ വീട്ടിൽ നിന്നാണ് കോന്നി സ്ട്രൈക്കിംഗ് ഫോഴ്സ് എത്തി പാമ്പിനെ പിടികൂടിയത്. അജീഷ് ജയകുമാർ ചേരുന്നു. അജീഷ്, വിവരങ്ങൾ. പ്രവിധ, ഇന്ന് ഉച്ചയ്ക്കാണ് കോന്നി കൊന്നപ്പാറ സ്വദേശിയായ ശ്യാമുവലിന്റെ വീട്ടിലെ വിറകുപുരയിൽ നിന്ന് രാജവെമ്പാലയെ കണ്ടത്. ശ്യാമുവലായിരുന്നു സ്ട്രൈക്കിംഗ് ഫോഴ്സിന് വിവരം അറിയിച്ചു. ഉടൻ തന്നെ സ്ട്രൈക്കിംഗ് ഫോഴ്സിലെ ഉദ്യോഗസ്ഥരെത്തി പാമ്പിനെ പിടികൂടി ഉൾവനത്തിലേക്ക് തുറന്നു വിടുകയായിരുന്നു. 3 ദിവസം മുമ്പ് ഇതേ പ്രദേശത്ത് തന്നെ മറ്റൊരാളുടെ വീട്ടിലെ ഡൈനിങ് ടേബിളിനടിയിൽ നിന്നും രാജവെമ്പാലയെ പിടികൂടിയിരുന്നു. അതിനും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ക്യാമ്പിനകത്ത് നിന്നും ഇതുപോലെ ഒരു രാജവെമ്പാലയെ പിടികൂടിയിരുന്നു. അങ്ങനെ അടുത്തടുത്ത ദിവസങ്ങളിലാണ് ഈ കോന്നി മേഖലകളിൽ രാജവെമ്പാലയെ കാണുന്നതും പിടികൂടുന്നതും. എന്തായാലും ആർക്കും കാര്യമായ അപകടമൊന്നും സംഭവിച്ചിട്ടില്ല. 3 പാമ്പുകളെയും ഈ സ്ട്രൈക്കിംഗ് ഫോഴ്സ് തന്നെ പിടികൂടി ഉൾവനത്തിലേക്ക് തുറന്നു വിടുകയായിരുന്നു. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust.
ഇതോടെ ഇന്നത്തെ പൂർണ്ണമാകുന്നു.